തോബിത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച തോബിതിന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം സ്വർഗം കൊടുത്തു. കർത്താവിന്റെ പ്രവൃത്തി ചെയ്തപ്പോ അവന് നഷ്ടപ്പെട്ടു പോയ ഭാര്യയെയും മകനെയും തിരിച്ചു കിട്ടി. അതാണ് 2-ാമത്തെ അധ്യായം. വീട്ടിലെത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. 7 ആഴ്ചയുടെ ഉത്സവമായ പെന്തക്കുസ്താ തിരുനാളായിരുന്നു അന്ന്. എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കി വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, പോയി നമ്മുടെ സഹോദരനിൽ നിന്ന് നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൂട്ടിക്കൊണ്ടുവരിക, ഞാൻ കാത്തിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് വചനം ധ്യാനിക്കുന്ന വ്യക്തിയുടെ 3-ാമത്തെ സവിശേഷത. വചനം ധ്യാനിച്ചാൽ പാപത്തോട് കോംപ്രമൈസ് ഇല്ല. വചനം ധ്യാനിച്ചാൽ നീ കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും. 3-ാമത്തെ കാര്യം ഇതാണ്: നീ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ വിലപ്പെട്ടതായി നീ മറ്റുള്ളവരെ കാണും. അതായത് യേശുക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നീ വരും. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ യേശുക്രിസ്തുവിന്റെ ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇവിടെയാണ് വചനം. പാവം തോബിത് നഷ്ടപ്പെട്ടു പോയ ഭാര്യയെയും മകനെയും തിരിച്ചു കിട്ടി. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്, ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി. അവന്റെ ബഹുമാനത്തിന് വേണ്ടി അവര് ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ അവൻ നോക്കുമ്പോ തടവുകാലത്ത് വളരെ കുറച്ച് ഭക്ഷണം, ഇതാ ഇവിടെ ഇരിക്കുമ്പോ ഒരുപാട് സമൃദ്ധി. അവന്റെ മുമ്പിലേക്ക് അനേകം ഇല്ലാത്ത ജീവിതങ്ങൾ കടന്നു വന്നു, ഇല്ലായ്മയുടെ ജീവിതങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിങ്ങനെ വചനം കേട്ടും ധ്യാനം കൂടിയൊക്കെ പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റമില്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മ അഭിഷേക ധ്യാനവും നമ്മളെ എങ്ങും എത്തിക്കില്ല. നമ്മൾ പറയും ധ്യാനം നല്ലതായിരുന്നു, ആ സൗഖ്യം കിട്ടി, ഈ സൗഖ്യം കിട്ടി. ഇതൊന്നുമല്ല ദൈവസന്നിധിയിൽ വിലയുള്ളത്. എന്റെ ജീവിതത്തിന്റെ മനോഭാവങ്ങളിൽ കണ്ണുയർത്തി നോക്കുമ്പോൾ, എന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണുമ്പോൾ എന്റെ സമൃദ്ധിയെ പങ്കുവെക്കാൻ ഒരു കൃപ അതെനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തിയായി ഞാൻ മാറി, എൻ്റെ കുടുംബം മാറി. ഇന്ന് പല കുടുംബങ്ങളും ഇങ്ങനെ സ്വാർത്ഥപരമായി ഒതുങ്ങിപ്പോയി, കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ. ഇവിടെ വചനം ധ്യാനിച്ചാൽ ദൈവം തരാൻ പോകുന്ന കൃപയാ, പങ്കുവെക്കലിന്റെ വലിയ കൃപയിലേക്ക് സ്വർഗം നമ്മളെ നയിക്കും. അവന് ഭക്ഷണത്തിന് സമൃദ്ധി കണ്ടപ്പോ ആർത്തി പിടിച്ച് തിന്നാനല്ല തോന്നിയേ. അവൻ പറഞ്ഞു, മകനെ നീ പോയി അവിടെയുള്ള ആരെയെങ്കിലും ഒക്കെ ദരിദ്രരെ കൂട്ടിക്കൊണ്ടുവരിക. ഇനിയാണ് തോബിതന്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന സമയം. അപ്പോൾ ഞാൻ കാത്തിരിക്കാം, ഞാൻ തിന്നില്ല, ഞാൻ കാത്തിരിക്കാം. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബനാഥൻ ജീവിതത്തിൽ ദൈവത്തെ ധ്യാനിച്ചു തുടങ്ങുമ്പോ അവന്റെ ജീവിതത്തിന് വരുന്ന മാറ്റമാണ്. അവന് സ്വാർത്ഥതയില്ല, എല്ലാം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. കൃപ നിറഞ്ഞ വ്യക്തിയായി മാറി. അപ്പോൾ വചനം പറയാണ്, ഞാൻ കാത്തിരിക്കാം. അവൻ പോയിട്ട് വന്ന് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്തു ഞെരിച്ചു കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. അടുത്ത വചനം, ഭക്ഷണം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടേക്കോടി. അങ്ങനെ ഒരു തോബിത് ഈ ഇടവകയിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ഇടവക നിന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു തോബിതുണ്ടെങ്കിൽ നിന്റെ കുടുംബം എന്നും പൂവിട്ട് നിൽക്കും. വരണ്ട നിലം നിന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല, ഉണങ്ങിയ അരുവി, ഉണങ്ങിയ നിലം നിന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല. അവിടെ വെള്ളപ്പൊക്കത്തിന്റെ സമൃദ്ധി പോലെ ഉണങ്ങിയ നിലത്തേക്ക് ദൈവാനുഗ്രഹം ആവരണം ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റും. ദൈവമക്കളെ, അവൻ എന്ത് ചെയ്തു? ഭക്ഷണം തൊട്ടുപോലും നോക്കിയില്ല. നമ്മളിത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് ആഴപ്പെട്ട അനുതാപം നമ്മളിൽ തന്നെ നമുക്ക് തോന്നും, നമുക്ക് ലജ്ജ തോന്നും നമ്മളെക്കുറിച്ച്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യുന്നു, തോബിത് എന്തു ചെയ്തു? വചനം ധ്യാനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണിത്. ഞാനും നിങ്ങൾ ഇന്ന് മുന്നോട്ട് നോക്കുമ്പോൾ
എല്ലാവരും സ്വാർത്ഥതയിലേക്ക് മാറി. സ്വാർത്ഥത നിറഞ്ഞ വ്യക്തികൾക്ക് പരിശുദ്ധാത്മ നിറവില്ല. അവിടെ പരിശുദ്ധാത്മാവ് വരില്ല. അവിടെ പരിശുദ്ധാത്മാവിന് വരാൻ പറ്റില്ല. അടുത്ത വചനം പറയുകയാണ്, സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു. എപ്പോഴാകാം ഭക്ഷണം ഉണ്ടാക്കി വെച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ രാവിലെയാകാം, ആണെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരം വരെ, 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം വരെ, സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അടുത്ത വചനമാണ്, ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു. എങ്ങനെ ആഹാരം കഴിച്ചു? അപ്പൊ എൻ്റെ ഒരു ചോദ്യമാണ്, നമ്മൾ ചുമ്മാ നമുക്ക് പരിശോധിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം പത്രം കയ്യിലെടുക്കുമ്പോൾ പല ആക്സിഡന്റുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? പല അകാലമായ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, വലിയ അനർത്ഥങ്ങൾ, ക്യാൻസർ രോഗം പെട്ടെന്ന് പിടിപെട്ട അവസ്ഥകൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ട്. അന്നൊക്കെ കരഞ്ഞ് ആഹാരം കഴിച്ചവർ ഒന്ന് കൈപൊക്കിക്കും. നമുക്ക് ചിന്തിക്കാനൊരു വിഷയമാണ്, ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മളൊക്കെ ധ്യാനിച്ച് ജീവിതം തുടങ്ങി, പ്രാർത്ഥനയൊക്കെ കൂടി, പക്ഷേ നമ്മുടെ ഉള്ളിലെ ആ ഒരവസ്ഥ മാറിപ്പോയി. തോബിതന്റെ ആരെങ്കിലും ആയിരുന്നോ? ജനത്തിൽ ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ ആങ്ങളെന്നോ അല്ല ചേട്ടനെന്നോ പറഞ്ഞില്ല. ജനത്തിൽ ഒരാള്, മനസ്സ് നിറയെ കാരുണ്യമുണ്ടെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പത്രം വായിക്കും, ഒരു നന്മ നിറഞ്ഞ മറിയം പോലും ചിലപ്പോൾ ചൊല്ലാൻ നമ്മൾ മറന്നു പോകും. അവരുടെ ആത്മാവിനെ കാക്കണമെന്ന് പറയാൻ പോലും നമ്മൾ മറന്നു പോകും. നമ്മളും തോബിതും തമ്മിലുള്ള അന്തരം വളരെ വലുതായി മാറിയിരിക്കുന്നു. അടുത്ത വചനമാണ് അതാണ് ഞാൻ പറഞ്ഞത്, ചിന്തിക്കണം, ധ്യാനിക്കണം എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി 2ാം പോയിന്റാണ് പറയുക. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു. നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമായും നിങ്ങളുടെ ആനന്ദ തിമിർപ്പുകൾ വിലാപമായും മാറും. ഞാൻ കരഞ്ഞു. അവിടെ എഴുതിയിരിക്കുകയാണ്, ആമോസ് പ്രവാചകന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വചനം, ദൈവത്തെക്കുറിച്ച് ഓർത്ത വ്യക്തിക്ക് ദൈവത്തിന്റെ വചനം ചിന്തയിലേക്ക് ഓടി വന്നു. അവനത് ചിന്തിച്ചു. കാരണം ജീവിതത്തിന്റെ അടുത്ത വഴിയിൽ ദുഃഖത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, വചനം, എന്റെ കർത്താവിന്റെ വചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഉത്സവ തിമിർപ്പുകൾ കണ്ണുനീരായി മാറും, വിലാപമായി മാറും. എൻ്റെ ദൈവത്തിന്റെ വചനമാണിത്. അവൻ ചിന്തിച്ചു. പ്രിയപ്പെട്ട മക്കളെ, എന്തിനാ കർത്താവ് വചനം തന്നിരിക്കുന്നേ? അത് വായിച്ച് കോൾമേർ കൊള്ളാനോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് 100 കോടി കടം മാറ്റിവെക്കാനോ ഒന്നുമല്ല. കർത്താവ് എന്തിനാ വചനം തന്നേ? അനുദിന ജീവിതത്തിൽ ജീവിച്ചു തീർക്കാനാ സ്വർഗം വചനം തന്നിരിക്കുന്നേ. ഞാനും നിങ്ങളും വായിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ജീവിക്കണം. ഓരോ വേദനകളും ചിന്തിക്കണം, ജീവിക്കണം. ആ വചനം ചിന്തിച്ച് ധ്യാനിക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഈ ദിവസം സ്വയം പരിശോധിക്കാനാ ഈ വിഷയം പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞത്. സ്വയം പരിശോധിക്കാനാ. എത്രയോ ധ്യാനങ്ങൾ കൂടി, എത്രയോ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രത്തോളം എത്തിയില്ലെങ്കിൽ ഇന്ന് ഈ കൃപകളിലേക്ക് വളരാൻ സ്വർഗമേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കാരുണ്യത്തിന്റെ ജീവിതം നയിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ജീവിക്കുന്ന തോബിതിന്റെ അവസ്ഥ. ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ. സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു. അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ. ഒരിക്കൽ നാട് വിട്ടോടിയവനാണ്, എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അവൻ വീട്ടിൽ തിരിച്ചെത്തി അന്ന് വീട്ടുകാരെന്തുണ്ടാക്കി? എന്ത് ചെയ്തു? എന്തുണ്ടാക്കി? ഭക്ഷണം ഉണ്ടാക്കി. വലിയ സമർത്ഥമായ ഭക്ഷണം. അവൻ അത് എങ്ങനെ കഴിച്ചു? കരഞ്ഞുകൊണ്ട് കഴിച്ചു. ശരിയാണല്ലോ. ഇനി ഇപ്പൊ ഇതെല്ലാം ദൈവം, ഞാൻ മർത്യന്റെ എല്ലാ പ്രവർത്തികളും ദൈവം കാണുന്നു പറയാനാണ് നിങ്ങളോട് അടുത്ത വചനം പറയുന്നത്. അങ്ങനെ ശവസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അശുദ്ധനായിരുന്നത് കൊണ്ട്
ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങി, മുഖം മൂടിയിരുന്നില്ല. വീട്ടിൽ കിടന്നുറങ്ങിയോ? വീട്ടിൽ ഉറങ്ങാൻ പറ്റിയോ? ഉറങ്ങാൻ പറ്റിയോ? വചനം ധ്യാനിക്കുന്ന ജീവിതങ്ങൾക്ക് ചിലപ്പോ എല്ലാവിധത്തിലും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ പല കാര്യങ്ങളും നിഷേധിക്കപ്പെടും. മറക്കരുത്, സഹനമുണ്ട്. വചനം ധ്യാനിക്കാൻ നീ ആഗ്രഹിക്കുമ്പോ ഈ സഹനവും കൂടെ ആരുടെ കൂടെയുണ്ട്? എൻ്റെ കൂടെയുണ്ട്. കാരണം കുരിശിലാണ് വചനം മാംസം ധരിച്ച ഈശോ രക്ഷ സാധിച്ചത്. കുരിശു മരണത്തിന്റെ സഹനം കൂടി വചനം ധ്യാനിക്കുന്ന നിനക്ക് അവൻ സഹനമുണ്ടെങ്കിൽ കുരിശു മരണത്തിന്റെ ആ സഹനത്തിലും കൂടെ നീ പങ്കാളിയാകും. ഈ വചനം ധ്യാനിക്കുമ്പോ നിനക്ക് കുരിശു മരണത്തിലേക്ക് കർത്താവ് ഒരു വഴി തരും. അപ്പൊ ഇത് കർത്താവല്ലെന്ന് പറയരുത്. ഞാൻ വചനം ധ്യാനിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ സഹനം വരുമ്പോ ഞാൻ വചനം ധ്യാനിക്കാൻ തുടങ്ങി. എനിക്ക് അതുകൊണ്ടാണ് ഈ സഹനം. അപ്പൊ ഇട്ടിട്ട് പോകരുത്. അടുത്ത വചനം വായിക്ക്. മുഖം മൂടിയിരുന്നില്ല, എൻ്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങളുണ്ടായി. പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും എന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എലിമായിസിലേക്കുള്ള സ്ഥലം മാറി പോകുന്നത് വരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇത് വ്യത്യസ്തമായൊരു ചിന്തയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ വചനം ധ്യാനിക്കണം, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ഓർക്കണം, അവനെക്കുറിച്ച് ചിന്തിക്കണം, നീ കാരുണ്യം ചെയ്യണം, നീ കരുണയുള്ള ഹൃദയത്തോടെ വ്യാപരിക്കണം, അന്യന്റെ വേദന ഹൃദയത്തിലോട്ട് എടുക്കണം. ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെയെല്ലാം ജീവിച്ച തോബിതിന് ഇപ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടായത്? ദുഃഖമാണ് ഉണ്ടായത്. അപ്പോൾ തോബിത് എൻ്റെയും നിങ്ങളെയും പോലെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചോ? ഞാൻ ഇത്രയും നേരം വായിച്ചു കേൾപ്പിച്ചു. ചോദിച്ചോ? എന്ത് എന്ന് ചോദിക്കാൻ ന്യായമില്ലേ തോബിതിന്? ഇല്ലേ? ഉണ്ട്. തോബിത് എന്തെങ്കിലും തിന്മ ചെയ്തോ ഇവിടെ? ഇല്ല. തോബിതെല്ലാം നല്ലത് മാത്രമേ ചെയ്തുള്ളൂ. തോബിതിന്റെ ചരിത്രം വായിക്കുമ്പോ നല്ലത് മാത്രം ചെയ്തിട്ടും വന്നത് വലിയ ദുരിതമാണ്. വലിയ ദുരിതമാണ് വന്നത്. പക്ഷെ തോബിത് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു തവണ പോലും എൻ്റെ കണ്ണിന് കാഴ്ച തരാത്തത് എന്തേ എന്ന് ചോദിച്ചില്ല. ഞാൻ അന്യനെ സംസ്കരിക്കാൻ വേണ്ടിയാണ് പോയതെന്ന് അവൻ പറഞ്ഞില്ല. ഒരു ന്യായങ്ങളോ ന്യായീകരണങ്ങളോ അവൻ കർത്താവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തില്ല. മക്കളെ, ഇനിയാണ് തോബിതിന്റെ ജീവിതം നമ്മൾ കാണുകയാണ്. ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു. ഭർത്താവ് വീട്ടിൽ അന്ധനായിട്ടിരിക്കുമ്പോ പാവപ്പെട്ട ഭാര്യ വീട്ടിലേക്ക് ഇറങ്ങി, വീടിന് പുറത്തേക്ക് ഇറങ്ങി തൊഴിൽ ചെയ്യുക, കുടുംബം പോറ്റാൻ. അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ്. ഒരിക്കൽ അവളുടെ കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു. അവളിങ്ങനെ ജോലി ചെയ്ത് സാധനം ഉണ്ടാക്കി ഓരോ ഉടമസ്ഥർക്കും കൊടുക്കുന്ന ജോലി ചെയ്ത് തന്നാലാകും വിധം കുടുംബം പോറ്റുമ്പോ ആരോ ഒരാൾ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി കൊടുത്തു. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ണ് കാണത്തില്ലാത്ത എന്നാൽ ചെവി കേൾക്കാവുന്ന തോബിത് ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ചോദിച്ചു, ഇതിനെ എവിടെ നിന്ന് കിട്ടി? കട്ടെടുത്തതല്ലേ? ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക. കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല. കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശഠിച്ചു. അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു. അവൾ ചോദിച്ചു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. തോബിതിന്റെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉരുണ്ടുരുണ്ട് പോകുമ്പോ ഒരാൾ ഒരു ആട്ടിൻകുട്ടിയെ സമ്മാനമായി കൊടുത്തു. എന്നാൽ തോബിത് ഈ സഹനത്തിലെ കർത്താവ് തന്നൊരു ആശ്വാസമായി ആട്ടിൻകുട്ടിയെ കണ്ടോ ഇല്ലയോ? കണ്ടോ? ഇല്ല. അവൻ ചിന്തിക്കുകയാണ്, ഭാര്യ ചിലപ്പം തെറ്റ് ചെയ്തായിരിക്കും, ഞാനും തെറ്റ് ചെയ്യരുത്, എൻ്റെ ഭാര്യയും തെറ്റ് ചെയ്യരുത്, കർത്താവിന്റെ മുമ്പിൽ കളങ്കമില്ലാതെ എനിക്ക് ജീവിക്കണം
എന്റെ കുടുംബത്തിന് ജീവിക്കണം. അതാ തോബിത് കാണിച്ചു തരുന്ന പാഠം. എത്ര പറഞ്ഞിട്ടും തോബിത് വിശ്വസിച്ചില്ല. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു വെക്കുമ്പോ അവനെതിരെ പറഞ്ഞു. അവനെതിരെ പറഞ്ഞപ്പോഴും നിശബ്ദനായിരിക്കുന്ന ഒരു തോബിതിനെ നാം ഇവിടെ കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പല വിധത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളോടെ കടന്നു പോകും. എവിടെയെങ്കിലുമൊക്കെ കർത്താവിന്റെ കരുണ ചൊരിയാൻ നീ നിന്നുകൊടുത്തപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് സഹനമുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പം കരുണ ചൊരിയാൻ നീ മറന്നുപോയിട്ടുണ്ടാവാം. അന്യന്റെ വേദനകൾ നീ മറന്നിട്ടുണ്ടാവാം. പ്രിയപ്പെട്ട കർത്താവിനോട് ഈ രാത്രിയിൽ നീ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് ആത്മനിറവിൽ വചനം ധ്യാനിക്കാൻ ഈ രാത്രി കൃപ തരണം. വചനം ജീവിക്കാൻ കൃപ തരണം. ഇങ്ങനെ എനിക്ക് ജീവിക്കേണ്ട കർത്താവേ, എനിക്ക് കുറച്ചുകൂടി നീ ആഗ്രഹിക്കുന്നത് പോലെ വചനം ജീവിക്കുന്ന വ്യക്തിയായി ജീവിക്കാൻ, എന്റെ കുടുംബം ലില്ലി പോലെ പൂവണിയാൻ, ദൈവകരത്തിന്റെ മേൽ ജീവിതത്തിന്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാൻ കർത്താവേ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ചേ മക്കളെ. ഇവിടെ ആരും നോക്കുകുത്തികളില്ല. കർത്താവിന്റെ വചനം നിനക്ക് കൃപ തരും. നീ വചനം ജീവിക്കാൻ കൃപ ചോദിക്ക്. ആത്മാവ് നിന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു വ്യക്തിയായി ഈ ദേശത്ത് ജീവിക്കണമെങ്കിൽ നിനക്ക് വചനം ധ്യാനിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ശക്തമായി ആഗ്രഹിച്ച് ചോദിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ തോബിതിനെ പോലെ നിന്റെ സ്നേഹത്തിലും നിന്റെ പരിശുദ്ധിയിലും നിന്റെ കരുണയിലും ജീവിക്കാൻ എനിക്ക് കൃപ വേണം കർത്താവേ. പാപത്തോട് കോംപ്രമൈസ് ഇല്ലാതെ കർത്താവെ കരുണയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവെ അവസാനം വരെ വിശ്വസ്തനായി ജീവിക്കാൻ, ഞാനും എന്റെ കുടുംബവും അവസാനം വരെ വിശ്വസ്തനായി ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ ജീവിതങ്ങളും കുടുംബനാഥന്മാരും ജീവിതം കർത്താവിന്റെ പക്കലേക്ക് എടുത്തു കൊടുത്തേ. കർത്താവെ, എൻ്റെ കുടുംബത്തില് ഞാൻ ജീവിക്കുന്നതിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഇപ്പൊ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. നാം എങ്ങനെയാണ് വചനം ജീവിച്ച് ധ്യാനിക്കേണ്ടതെന്ന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന്റെ പകുതി പോലും എത്തിയിട്ടുണ്ടാവില്ല. നീ ഒന്ന് ആഗ്രഹിച്ച്, കർത്താവെ, നിന്റെ വചനത്തിന്റെ വലിയ സമൃദ്ധിയിലേക്ക് ജീവിക്കാൻ എനിക്കൊരു കൃപത കർത്താവെ. എൻ്റെ കുടുംബത്തിന് അതിനുള്ള കൃപത. ഇതൊന്നും എനിക്ക് പോരാ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ജീവിക്കണം. എൻ്റെ കുടുംബം വചനത്തിന്റെ വലിയ കൃപയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയായി ജീവിക്കണം. ഈ ഇടവകയിൽ ഓരോ കുടുംബങ്ങളും വചനം കേൾക്കുന്നവരല്ല, വചനം ഓർത്ത് ചിന്തിച്ച് വചനം ധ്യാനിക്കുന്ന വ്യക്തി, കാരുണ്യം ചെയ്യുന്ന വ്യക്തി അങ്ങനെയായി മാറണം കർത്താവേ. ആ കുടുംബനാഥനെ പോലെ തോബിതിനെ പോലെ ജീവിക്കാൻ കൃപ ചോദിച്ചേ മക്കളെ. നമ്മുടെ കണ്ണുകൾ എപ്പോഴും മറ്റുള്ളവരുടെ ഇല്ലായ്മയിലേക്ക് യാത്ര ചെയ്യാൻ, പങ്കുവയ്ക്കുന്ന വ്യക്തിയായി മാറാൻ, മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയായി മാറാൻ, ഹൃദയൊന്നൊന്ന് കരയാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, വേദനയിൽ പങ്കാളിയാകാൻ ഒരു കൃപ ചോദിച്ചേ കർത്താവേ. അതാണ് വചനത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. വചനം ജീവിക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക. അതാണ് കർത്താവേ, എനിക്ക് ശക്തി തരണം കർത്താവേ, എനിക്ക് കൃപ തരണം കർത്താവേ. കർത്താവേ, എന്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തോബിതിനെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? പങ്കുവയ്ക്കാനുള്ള മടി, അതുകൊണ്ടാണ് സ്വരമില്ലാത്തെ. തോബിതിനെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അന്യന്റെ വേദന കണ്ട് കരയാൻ പറ്റുമോ? ആര് കൃപ തരണം? തമ്പുരാൻ കൃപ തരണം. അത് നിങ്ങൾ ചോദിച്ചു മേടിക്കണം പ്രിയപ്പെട്ടവരെ.
നമുക്കതൊന്നും ഇല്ല ഇന്ന്. അതൊക്കെ പോയി. നമ്മുടെ മക്കളുടെ വേദന പോലും കണ്ട് കരയാൻ പറ്റാത്ത ജീവിതങ്ങളെ ഈ നാളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മകനെ കുറിച്ചും മകളെ കുറിച്ചും ഒക്കെ വളരെ മോശമായി പറഞ്ഞ് മകളല്ലെന്നുള്ള വിചാരത്തിൽ ജീവിക്കുന്ന അമ്മമാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരി മാറിപ്പോയി. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. വലിയ അത്ഭുത പ്രവർത്തികളോ ശുശ്രൂഷകളോ അതൊന്നും അല്ല സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നേ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിൽ അനുഗ്രഹമാണ്. ഈ തോബിതന്റെ അടുത്തൊരു പ്രത്യേകത ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്. തോബിതന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ തോബിതന്റെ അതിമനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. കണ്ണ് അന്ധമാക്കപ്പെട്ട തോബിത്, കണ്ണില്ലവന് 2 കണ്ണും കുരുവിക്കാഷ്ടം വീണ് എന്ത് ചെയ്തു? അന്ധമായി. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 1 വർഷമല്ല, 2 വർഷമല്ല, വർഷങ്ങൾ പിന്നിടുകയാണ്. ആ തോബിതാണ് പ്രാർത്ഥിക്കുന്നത്. 3-ാം അധ്യായം. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയ വ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, നീ നീതിമാനാണ്. നമ്മളാണെങ്കിലോ ക്യാൻസർ വന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ, മരിക്കൂന്ന് ഡോക്ടർ പറഞ്ഞു വെക്കുമ്പോ നമ്മൾ എന്ത് പറയും? കർത്താവിന് പ്രാർത്ഥന കേൾക്കാൻ മനസ്സില്ല, എന്റെ കർത്താവിനെ കാണുന്നു പോലുമില്ല. തോബിത് അങ്ങനല്ല പറഞ്ഞേ. കർത്താവേ, നീ നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. നമുക്ക് വല്ല നീതിയും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലാത്ത ഉണ്ടോ? തോബിത് നന്മയല്ലേ ചെയ്തുള്ളൂ. പക്ഷെ തോബിതിന് വന്നത് മൊത്തം എന്നാ? ദുഃഖം. നാട് കടത്തപ്പെട്ടു, ശരിയാണല്ലോ. ഭക്ഷണം മാറ്റിവെച്ച് ഒരാളെ സംസ്കരിച്ചു. അതിന് പകരം എന്ത് കിട്ടി? കണ്ണ് അന്ധമായി. ഭാര്യ കൊണ്ടിരുന്ന ചെലവിൽ കഴിയേണ്ട വരുന്നു. എല്ലാവരുടെയും മുമ്പിൽ അവജ്ഞാപാത്രം, പരിഹാസപാത്രം. എന്നിട്ടും പരാതിയില്ലാതെ തോബിത് പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾ സത്യസന്ധമാണ്, നീതിനിഷ്ഠമാണ്. ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ പറ്റിയാൽ കർത്താവിന്റെ രക്ഷാകര ശക്തി അസാധ്യ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് വചനം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്നിട്ട് തോബിതിന്റെ അടുത്ത പ്രാർത്ഥനയാണ്. ഞാൻ ഇതൊക്കെ ഒരുപാട് ചിന്തിച്ച് ഈ വചനം വായിച്ച് ഞാൻ കരഞ്ഞു. കർത്താവേ, ബിഗ് സീറോ ആണല്ലോ എന്റെ ജീവിതമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം തോബിത് പറയുകയാണ്, എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും, അടുത്ത വചനമാണ്, ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾ. തോബിത് എന്ത് അപരാധം ഇവിടെ ചെയ്തേ? നന്മയല്ലേ ചെയ്തുള്ളൂ. പക്ഷെ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോ കുഞ്ഞു പൊടി പൊട്ടുപോലും തിരിച്ചറിയാൻ ചിന്തയിൽ, ഓർമ്മയിൽ ഒക്കെ വരുന്ന തിരിച്ചറിവുകൾ, വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അവന്റെ പരിശുദ്ധി ഏറ്റു പറയുമ്പോഴാ നിന്റെ ജീവിതത്തിൽ ദൈവകരം വെളിപ്പെടുമെന്ന് പറഞ്ഞു. തോബിത് അതിന് ഉദാഹരണമാ. കർത്താവേ, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ നീ എന്നോട് ക്ഷമിക്കണേ. ഓരോ മനുഷ്യ വ്യക്തിയും ഇതുപോലൊരു അവസ്ഥയിലേക്ക് വരാനാ സ്വർഗം ആഗ്രഹിക്കുന്നേ. എന്റെ 50 ലക്ഷം ഒന്നും കർത്താവിന് വേണ്ട. നിന്റെ ഹൃദയത്തിൽ നീ അവനോട് പറയണം, കർത്താവേ, എന്റെ തെറ്റുകൾ നീ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അടുത്ത വചനമാണ്, അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല, അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനങ്ങൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പര്യായമായി തീർന്നു. അവൻ പറഞ്ഞു വെച്ചത് എന്താ? എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇതെന്ന് അവൻ പറഞ്ഞത്. അല്ലാതെ അവൻ പറഞ്ഞില്ല, കർത്താവെ നീ നീതിയില്ലാതെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞില്ല. സ്വയം ദൈവസന്നിധി ചെറുതായി നിൽക്കുന്ന ഒരു തോബിതുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട മക്കളെ, ഓരോ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ഒക്കെ വരുമ്പോ ദൈവസന്നിധി സ്വയം ചെറുതായി നിന്നിട്ട് നീ പരിശോധിക്കണം. അപ്പ പറഞ്ഞ് മഹിമ കാണിക്കാൻ എനിക്ക് ഒന്നുമില്ലപ്പ,
എന്റെ ജീവിതത്തിൽ എന്റെ കുറവുകളും എന്റെ പാപങ്ങളും മാത്രമേ ഉള്ളൂ കർത്താവേ എന്ന് പറയാൻ പറ്റിയാൽ നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാ. നിനക്കൊന്നും മഹിമ കാണിക്കാനില്ല, ഒന്നും മഹിമയോടെ പറയാനില്ല. ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ നീ സ്വയം ചെറുതായാൽ ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തും. അടുത്ത വചനമാണ്, കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പന പാലിച്ചില്ല, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സത്യസന്ധമായി വർത്തിച്ചില്ല. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അവിടെ അവൻ ചോദിച്ചില്ല കാഴ്ച തരാൻ. കർത്താവേ നിന്റെ ഇഷ്ടം, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നു കൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യ അപവാദങ്ങൾക്ക് ഞാൻ ഇരയായി തീർന്നിരിക്കുന്നു. അവൻ പറയാണ്, എന്റെ ഹൃദയവേദ വളരെ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുത്. ഈ നാളുകളിൽ ആളുകളുടെ വേദനകളൊക്കെ കുറച്ച് കേൾക്കുമ്പോ ആദ്യത്തെ സെന്റൻസ് ഇതാ, സിസ്റ്ററെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. ഇന്ന് തന്നെ പലതവണ ഞാൻ ഫോൺ വിളിച്ച പല വ്യക്തികളും പറഞ്ഞത്, ഞാൻ സിസ്റ്റർ വെക്കരുതേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് പല ആളുകളും എത്തിപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തോബിത് ആത്മഹത്യ ചെയ്യാൻ ഇതിനു മുമ്പേ കാരണങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഇഷ്ടംപോലെ കാരണമുണ്ട്. അവൻ വചനം ധ്യാനിച്ചതുകൊണ്ടും, അവൻ വചനം ചിന്തിച്ചതുകൊണ്ടും, അവൻ വചനത്തിന്റെ കൂടെ നടന്നതുകൊണ്ടും അവൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ. ഞാൻ മിഥ്യ അപവാദങ്ങൾക്കിരയായി തീർന്നിരിക്കുകയാണ്. എന്റെ ജീവൻ നീ എടുത്തുകൊള്ളുക, എനിക്കൊരു പരാതിയുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവന്റെ മുമ്പിൽ പരാതിയില്ലാതെ നിന്ന തോബിതിന് വേണ്ടി ആ അടിയറ പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അടിയറ പറഞ്ഞുള്ള ഈ പ്രാർത്ഥനയുടെ അന്ന് തന്നെ, അതാണ് വചനം 3-ാം അധ്യായം 7-ാം വചനം. അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ രക്ഷാകര ശക്തി നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണോ? ഇതാ കർത്താവിന്റെ ദാസി എന്ന് നീ പറയണം. നീ അവന്റെ വചനം ധ്യാനിച്ചു തുടങ്ങണം. കാരുണ്യ പ്രവൃത്തി ചെയ്യണം. കർത്താവിന്റെ മുമ്പിൽ നിന്നെ തന്നെ ചെറുതാക്കി നിന്നു കൊടുത്താൽ നിനക്ക് വേണ്ടി ആ രാത്രിയിൽ തന്നെ, ഈ രാത്രിയിൽ തന്നെ സ്വർഗം ഇറങ്ങി വരും. തോബിത് അങ്ങനെ പ്രാർത്ഥിച്ച അന്ന് രാത്രി എക്ബത്താനായിൽ സാറ എന്ന് പറയുന്ന മകൾ അതീവ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിവാഹം കഴിക്കാൻ വന്ന ഓരോ പുരുഷന്മാരും ആ രാത്രി തന്നെ മരണപ്പെടുമ്പോൾ അവൾ ഒരു ദേവതയുണ്ട്, ഒരശുദ്ധ പിശാചുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും അവളെ മാറ്റി നിർത്തുമ്പോ മരിക്കാൻ തയ്യാറായി എക്ബത്താനായിൽ സാറ എന്ന് പറയുന്ന പെൺകുട്ടി ചങ്കുപൊട്ടി കരയുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ തോബിതിന്റെ കരച്ചിലും അവിടെ സാറായുടെ കരച്ചിലും ദൈവ പദ്ധതിയുടെ കൂടിച്ചേരല് കാണാൻ പോവുകയും. അവിടെ സാറ കരഞ്ഞു, ഇവിടെ തോബിത് കരഞ്ഞു. ഈ കരച്ചിലൊടുവിൽ തോബിത് കർത്താവിന്റെ സ്വരം കേട്ട് തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഏൽപ്പിച്ചിരിക്കുന്ന പണം മേടിക്കാൻ നീ പൊയ്ക്കൊള്ളുക. രക്ഷാകര പ്രവൃത്തി അവിടെ ആരംഭിച്ചു. തോബിതിന്റെ ജീവിതത്തിലേക്ക് രക്ഷാകര പ്രവൃത്തി ആരംഭിക്കുമ്പോ കൂട്ടുവിളിച്ചു റഫായേൽ മാലാഖയെ. കർത്താവ് ഒരു കൂട്ടുകാരനെ കൊടുത്തു, റഫായേലിനെ. റഫായേൽ വഴി നീളെ കൊണ്ടു നടന്ന് മീൻ പിടിച്ച് മീനിന്റെ ചങ്കും കരളും എടുത്ത് മാറ്റിവെച്ച് എക്ബത്താനിൽ റഗുവലിന്റെ മകൾ സാറ ഇവര് കൂട്ടിക്കൊടുക്കും വരെ കൂടെ നിന്നു. അന്ന് രാത്രി തീക്കനലിലേക്ക് ചങ്കും കരളും ഇട്ട് പുകച്ച് അസ്തമസ് ദേവതയെ പുറത്താക്കി സാറായുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് തോബിയാസിന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് തോബിത് കാത്തിരിക്കുന്ന തോബിതിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ അത് പുരട്ടിയപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ചെതുമ്പല് പോലുള്ള 2 സാധനങ്ങൾ പുറത്തേക്ക് വീണു. കാഴ്ചയുള്ളവനായി തോബിത് മാറി. ഒരു വലിയ സത്യം സ്വർഗം നമ്മളെ പഠിപ്പിക്കും.
ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ പരാജയപ്പെടാതെ വചനം ധ്യാനിച്ച് ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് അടിപതറാതെ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ യഥാർത്ഥ ക്രിസ്ത്യാനിയായി നീ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം ഉത്തരം തരുമെന്ന് പരിശുദ്ധാത്മ പഠിപ്പിച്ചൊരു ദിവസമായി എന്റെ മക്കൾ ഇതിനെ കാണണം. ഒരു ജീവിതവും കർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ജീവിതവും ഈ ലോക ദൃഷ്ടിയിൽ പരാജയപ്പെടാൻ അവൻ സമ്മതിക്കുകയില്ല. അവന്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. മറക്കരുത്, ഈ വചനം എഴുതി വെച്ചോണം. കർത്താവിന്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക സാധ്യമല്ല. നിന്റെ ദൃഷ്ടിയിൽ ഒരു ഉത്തരവുമില്ല. തോബിതിന്റെ കണ്ണ് അന്ധമാകുമ്പോഴും ഉത്തരമൊന്നുമില്ല. അവൻ തന്നെ ദൈവത്തിന് ചെറുതാക്കിക്കൊണ്ട് പറഞ്ഞു, അടിയനിതാ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ. അപ്പോൾ തോബിതന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ദൈവീക ഇടപെടലിന് വേണ്ടി സ്വർഗം തോബിതന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഒരു തവണ പോലും തോബിത് പ്രാർത്ഥിച്ചില്ല, ഈ കണ്ണിന് കാഴ്ച തരണേ എന്ന്. തോബിയാസ് മകന് ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് തോബിത് പ്രാർത്ഥിച്ചില്ല. അവന് പഴയ സമ്പത്ത് തിരിച്ചു കിട്ടണമെന്ന് തോബിത് പ്രാർത്ഥിച്ചില്ല. അവൻ കർത്താവിന് തന്നെ എളിമപ്പെടുത്തി ദൈവഹിതത്തിന് മുമ്പിൽ നിന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ നിന്നു കൊടുത്തപ്പോ സ്വർഗം അവന് വേണ്ടി കൈ തുറന്ന് കൃപ വർഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു കൃപയാണ് പരിശുദ്ധാത്മാവ് നിറയുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതല്ലാതെ മറ്റൊന്നുമല്ല. അത്ഭുത രോഗശാന്തികളല്ല, അതൊക്കെ സെക്കൻഡറി. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ അവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ 3 ദിവസത്തെ ധ്യാനത്തിന് വലിയ ഫലമുണ്ടാകും, വലിയ കൃപയുണ്ടാകും. നിനക്ക് വേണ്ടി നിൽക്കുന്നൊരു ദൈവമുണ്ടെന്ന് ചങ്കിൽ എഴുതി ചേർത്ത് മക്കൾക്ക് വായിച്ചു കൊടുക്കാൻ ഒത്തിരി അനുഭവങ്ങൾ സ്വർഗം ഓരോ ജീവിതത്തിലേക്കും ചേർത്ത് വെക്കും. അപ്പോൾ തോബിതിന്റെ കുടുംബം പനിനീർച്ചെടി പോലെ മുട്ടിട്ട് പൂ പോലെ വിരിഞ്ഞ് അത് സൗരഭ്യം പരത്തി. നിന്റെയും കുടുംബം മുട്ടിട്ട് പൂ പോലെ വിടർന്ന് സൗരഭ്യം പരത്താൻ സ്വർഗം കൃപ ചൊരിയും. പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിന്റെ കൃപ ഈ രാത്രിയിൽ ചോദിക്കാൻ പോവുകയാ. മറ്റൊന്നും ചോദിക്കുന്നില്ല. വേദനകളേറെയുള്ള നീ അവന്റെ മുന്നിൽ അടിയറ വെക്കൂ. കർത്താവേ, നിന്റെ ഇഷ്ടം ഇതാ അടിയൻ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഈ രാത്രിയിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളിൽ ആ കൃപ ചേർത്ത് വെച്ചോളും. വചനം ധ്യാനിക്കാൻ, ദൈവകഥത്തിന് അടിയറ പറയാൻ, വചനം ചിന്തിക്കാൻ സ്വർഗം നിന്നെ ശക്തിപ്പെടുത്തും. കാരുണ്യത്തിന്റെ കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും ഓരോ ഹൃദയങ്ങളും മാറാൻ ഈശോ ഈ രാത്രിയിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വലിയ കൃപ ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് ചോദിച്ച് മേടിക്കാം. ദൈവം നിന്റെ ജീവിതത്തിൽ കൂടെയുണ്ടാകുമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കട്ടെ. വരും ദിനങ്ങളിൽ അവന്റെ രക്ഷാകര പ്രവൃത്തി കാണാൻ ഈശോ അവസരം ഒരുക്കും. അത് നമ്മൾ എന്ത് പറയണം? ഇതാ കർത്താവിന്റെ ദാസി അല്ലെങ്കിൽ ദാസൻ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇനി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുവോ? ഇനി കണ്ണുനീര് വാർത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല. കർത്താവിന്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. വചനമെടുത്ത് വായിച്ച് ധ്യാനിച്ച് ജീവിതം മുന്നോട്ട് പോകണം. അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കും.